ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട 15ഓളം സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് അപ്ഡേറ്റ്സുകളും +1ൻ്റെ MS സൊല്യൂഷൻസ് ചാനലിലാണ് ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുക. ഇതൊരു അവസാന വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണം. ഒരുപാട് പേർ, നിരവധി പേർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാനലിനെയാണ് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിലല്ല, +1ലാണ്. MS സൊല്യൂഷൻസിൻ്റെ +1 ചാനലിലേക്ക് വേഗം ചാടി കയറി വരിക കേട്ടോ. ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വീഡിയോ കാണുന്ന +1 വിദ്യാർത്ഥിയോട് നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഷുവർ A+ ബുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിർബന്ധമായും താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, ഓർ വാട്സപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ +2 വിദ്യാർത്ഥികൾക്കും നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ. ബയോളജി സയൻസും പറ്റും, കമ്പ്യൂട്ടർ സയൻസും പറ്റും. ഓക്കെ, യെസ്. ഇനി നോക്കിക്കേ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എബൌട്ട് സിംഗിൾ വിൻഡോ അഡ്മിഷൻസ്. ഏകജാലക പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഫ്രീക്വൻ്റ്ലി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരം നോക്കാം. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു, എന്നാൽ അപേക്ഷാ നമ്പർ എഴുതിയെടുത്തില്ല. എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളുടെ പാസ്വേഡ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചാൽ മതി. പക്ഷേ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് തെറ്റായിട്ട് പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് HSCAPൻ്റെ വെബ്സൈറ്റിൽ ചെന്നാൽ അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാം? ആപ്ലിക്കേഷൻ നമ്പർ റിന്യൂ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ചെക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഫൈൻഡ് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടും. ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്ത് തരാം? എന്ത് ചെയ്ത് തരാം? ഞാൻ ഒന്ന് ജസ്റ്റ് എടുത്ത് തരാം കേട്ടോ നിങ്ങൾക്ക്. നമുക്ക് ബ്രൗസറിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു HSCAP വെബ്സൈറ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ HSCAP സൈറ്റ് ഇവിടെ, യെസ്, HSCAP വെബ്സൈറ്റ് നോക്കൂ. ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണാം. ഞാനിപ്പോൾ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഡൗട്ട്സ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന PDF നിങ്ങൾക്ക് അവൈലബിൾ ആവും. അല്ലാതെ ഇത് വലിയ സംഭവമൊന്നുമില്ല. ഇനി അതിനടിയിൽ നിങ്ങൾക്ക് കാണാം ഗെറ്റ് യൂസർ നെയിം, മുകളിൽ കാണാം ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ. ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്റ്റ് കൊടുക്കുക, അതിനുശേഷം പറഞ്ഞിരിക്കുന്ന രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ സിമ്പിളായിട്ട് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വലിയൊരു സംഗതിയായിട്ട് നിങ്ങൾ ഒന്നും കാണേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. കാണുന്നില്ലല്ലോ അംബ്ര, കാണുന്നില്ലല്ലോ, മോഹക്കടലിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി. കിട്ടിയല്ലോ. WPS ഓഫീസല്ലേ, ജസ്റ്റ് വൺസ്. ഓക്കെ, നോക്കിക്കോളി കേട്ടോ. സോ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്നത് ഇത് ഒരു യൂസർ നെയിമും പാസ്വേഡുമാണ്. ആ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ഒരിക്കൽ പോലും ഒരാൾക്കും ഷെയർ ചെയ്യരുത്. ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ നിങ്ങളോട് പറഞ്ഞത് ആ ഒരൊറ്റ കാര്യമാണ്. നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ ആർക്കോ കൊടുക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് അലോട്ട്മെൻറ്റിൻ്റെ യൂസർ നെയിം പാസ്വേഡും നിങ്ങൾ വിശ്വാസമില്ലാത്ത ഒരു ഫ്രണ്ടിന് പോലും കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അള്ളാൻ്റെ മോനെ ആരത്. യെസ്, നോക്കിക്കേ. അടുത്തത്, വിവിധ ബോണസ് പോയിന്റ് ചെക്ക് ബോക്സുകളിൽ ടിക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ആർക്കാ ടിക്ക് ചെയ്യാൻ സാധിക്കാത്തതെന്നറിയോ? നമ്മുടെ ഗ്രേസ് മാർക്ക് അവാർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ NCCയും SPCയും ലിറ്റിൽ കൈറ്റ്സ് ഒന്നും ടിക്ക് ഇടാൻ പറ്റുന്നില്ല. അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ടിക്ക് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾക്ക് നേരത്തെ ഗ്രേസ് മാർക്ക് തന്നിട്ടുണ്ട്. ഇനി ബോണസ് 2 കൂടി തന്നതിനായിട്ട് അങ്ങനെ 2 സുഖം നിങ്ങൾക്ക് വേണ്ട, ഒറ്റ സുഖം മതി. ഓക്കെ, യെസ്. യോഗ്യതാ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിങ്ങനെയുള്ള ബോണസ് പോയിന്റിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതിനാൽ ചെക്ക് ബോക്സുകളിൽ ടിക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. അടുത്ത ചോദ്യം നോക്കിക്കേ. അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവസാനം യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയും എന്ത് നൽകും? നോക്കിക്കോ എടാ, യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റ് നമ്പർ, തീയതി എന്നിവ ഇല്ലാത്തവർ സർട്ടിഫിക്കറ്റിലെ റോൾ നമ്പർ ഓർ രജിസ്ട്രേഷൻ നമ്പറും റിസൾട്ട് പ്രസിദ്ധീകരിച്ച തീയതിയും നൽകുക. അത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നുമല്ല അത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ ക്ലബ്ബ് സർട്ടിഫിക്കറ്റിൽ എന്തില്ല, ഒരു നമ്പർ എഴുതിയിട്ടില്ലെങ്കിൽ, ക്ലബ്ബ് സർട്ടിഫിക്കറ്റിന് നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രജിസ്റ്റർ നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഡേറ്റ് ഏത് കൊടുക്കും സാർ? നിങ്ങളുടെ റിസൾട്ട് വന്ന ഡേറ്റ് ഏതാണ്? മെയ് 9-ാം തീയതി അല്ലേ? മെയ് 9 കൊടുത്താൽ മതി. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത്,
SSLC പഠിച്ച സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്കൂൾ ലിസ്റ്റിൽ അപേക്ഷകൻ പഠിച്ച സ്കൂൾ കാണുന്നില്ലേ? ഞാൻ പഠിച്ചത് KMO ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് അതിൽ KMO കിട്ടില്ല. കാര്യം KMO ഒരു പ്രൈവറ്റ് സ്കൂളാണ്. അപ്പോൾ അവിടെ എന്താ കൊടുക്കുകയെന്നറിയോ? അതേഴ്സ് എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുക. നോക്കിക്കോ, SSLC പഠിച്ച സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകൻ പഠിച്ച സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രസ്തുത ലിസ്റ്റിൽ കാണിക്കുകയുള്ളൂ. അപേക്ഷകൻ വേറെ ജില്ലയിലാണ് അപേക്ഷിക്കുന്നതെങ്കിലും അപേക്ഷകൻ പഠിച്ച സ്കൂൾ ലിസ്റ്റിൽ കാണിക്കുകയില്ല. അങ്ങനെയുള്ളവർ അതേഴ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ നൽകേണ്ടതുണ്ടോ? നൽകേണ്ടതില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. പ്രിൻ്റ് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളതിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു PDF ആക്കിയിട്ട് കയ്യിൽ വെച്ചാൽ മതി. പ്രിൻ്റ് എടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു എന്തൊക്കെ ചെയ്തിരിക്കുന്നൊരു തോന്നൽ വേണ്ടേ? ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഓക്കെ, ഇനി ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് ഫൈനൽ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുമോ? നോട്ട് ദ പോയിന്റ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് ഫൈനൽ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം അപേക്ഷാ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തിരുത്താൻ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിനിലൂടെ അപേക്ഷകർക്ക് സാധിക്കുന്നതാണ്. തിരഞ്ഞെടുത്ത സ്കൂളുകളും സബ്ജക്റ്റ് കോമ്പിനേഷനും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഈ ഘട്ടത്തിലും അനുവദിക്കും. സാർ, എനിക്ക് ബോണസ് പോയിൻ്റുള്ള NCC കൊടുക്കാൻ വിട്ടുപോയി. ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, കൊടുക്കാൻ വിട്ടുപോയി. സാർ, ഞാൻ ശാസ്ത്രമേളയിൽ സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, എന്നാൽ അത് കൊടുക്കാൻ വിട്ടുപോയി. എനിക്ക് NMMS ക്വാളിഫൈഡ് ആണ്, എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും സാർ? സ്കൂൾ കോഴ്സും കോഡും കൊടുത്തതിൽ പ്രശ്നം വന്നിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട്, എന്ത് ചെയ്യും സാർ? എൻ്റെ പ്രിയപ്പെട്ട സാറ്, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ അഡ്രസ്സ് മാറിപ്പോയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും സാർ? ഇതൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ ഇനി എഡിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ട്രയൽ അലോട്ട്മെൻറ്റിന് വന്നതിന് ശേഷം ആദ്യത്തെയും അവസാനത്തെയും എഡിറ്റിംഗ് ആയിരിക്കും എന്നും കൂടി നിങ്ങൾ ഓർക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുവള്ളി ഭാഗത്തുള്ളവരാണെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം വന്നെന്നറിഞ്ഞ നേരെ പോകുന്നതാണ് എൻ്റെ ഓഫീസിലേക്ക്. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. നിങ്ങളുടെ സ്കൂൾ കോഴ്സും കോഡും ഇപ്പോഴും കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമെങ്കിലും ഒന്ന് വരണേ. നിങ്ങൾക്ക് കിട്ടുന്ന സ്കൂളുകളും കിട്ടാത്ത സ്കൂളുകളും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് വേണം അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ ഒന്നാം അലോട്ട്മെൻറ്റും രണ്ടാം അലോട്ട്മെൻറ്റും മൂന്നാം അലോട്ട്മെൻറ്റും എല്ലാവരും കയറുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കേണ്ടി വരും. ഇനി അതല്ല സാർ, എനിക്ക് സയൻസ് ആണ് വേണ്ടത്, എനിക്ക് ഇന്ന സ്കൂൾ തന്നെ വേണം സാർ, എനിക്ക് ഫുൾ A+ ഉണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, എന്ത് ചെയ്യും സാർ? വേറൊരു പഞ്ചായത്തായി പോയി സാർ. അവിടെയും ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കുകളൊക്കെ എന്ത് ചെയ്യും? എനിക്ക് യൂട്യൂബിലൂടെ പറയുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് സംസാരിക്കാം, നോ പ്രോബ്ലം. കൊടുവള്ളിയിലാണ് MS സൊല്യൂഷൻസ്. ഓക്കെ, ഇനി SSLC സർട്ടിഫിക്കറ്റിലുള്ള വിലാസത്തിലല്ലാതെ വേറെ വിലാസത്തിൽ താമസിക്കുന്നവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും ബോണസ് പോയിന്റ് ലഭിക്കുവാൻ എന്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ ഏത് ജാതിയാണ്, ഏത് മതമാണ്, നിങ്ങളുടെ നാറ്റിവിറ്റി ഉണ്ട്, നിങ്ങൾ ഏത് അഡ്രസ്സിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് എന്ത് കൊടുക്കേണ്ടടോ? നിങ്ങളുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു സാധനം കൊടുക്കേണ്ട ആവശ്യമില്ല, SSLC മതി. എന്നാൽ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അല്ല നിങ്ങൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ട് കൊടുത്തതെങ്കിൽ അവിടെ തെളിയിക്കാൻ എന്ത് വേണം? നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റേഷൻ കാർഡ് ഒന്നുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് പെർമനൻ്റ് അഡ്രസ്സ് വേറെ, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെ. ഇതേ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് നിങ്ങളുടെ SSLCക്ക് കൊടുത്തതെങ്കിൽ വേറൊന്നും വേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതേ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് SSLCയിലില്ല. SSLCയിലുള്ളത് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സാണ്, കമ്മ്യൂണിക്കേഷൻ അല്ല ആധാർ കാർഡിലുള്ളത്. അതുള്ളത് റേഷൻ കാർഡിലാണെങ്കിലോ റേഷൻ കാർഡ് മതി. ഓക്കെ, സോ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ SSLC ബുക്കിൽ ആ വിവരങ്ങളുണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം റേഷൻ കാർഡോ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. ഓക്കെ, എനിക്കറിയാം ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് 8, CRPF, BSF, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ ആശ്രിതർക്ക് സർവീസിലുള്ള ജവാന്റെ ആശ്രിതന് കിട്ടുന്ന ബോണസ് പോയിന്റ് ലഭിക്കുമോ? CRPF,
BSF, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ ആശ്രിതർക്ക് സർവീസിലുള്ള ജവാന്റെ ആശ്രിതന് കിട്ടുന്ന ബോണസ് പോയിന്റ് ലഭിക്കില്ല. ഒരു കാൻഡിഡേറ്റ് ലഭിക്കില്ല എന്ന് പറയാൻ, ലഭിക്കില്ല അവിടെ എഴുതിയാൽ പോരെ, ഇത്രയും ലൈനും ടൈമൊക്കെ നിന്നാൽ കിട്ടൂല അവിടെ എഴുതിയാൽ പോരെ. ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി ഒന്നിൽ കൂടുതൽ ജില്ലകൾ അപേക്ഷിക്കുവാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ഓക്കെ, ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അടുത്ത ജില്ലയിൽ അപേക്ഷിക്കുവാൻ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കണം. ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടോ? അല്ലല്ലോ, ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അതായത് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കുവാൻ സാധിക്കുമോ? ഇല്ല. ഒരു യൂസർ നെയിം ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വേറൊന്നിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പക്ഷേ വേറൊരു ജില്ലയിൽ കൊടുക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരേ മൊബൈൽ നമ്പർ തന്നെ മതി. ഒരേ മൊബൈൽ നമ്പറിൽ 2 ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കണം 2 ജില്ലകളിലേക്ക് കേട്ടോ. ഓക്കെ, തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയി തോന്നുന്നുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, വീഡിയോ അവിടെ പൗസ് ചെയ്ത് പോയല്ലേ മുത്തുമണിയെ. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുവാൻ കഴിയുമോ? തീർച്ചയായും. ഒരു ജില്ലയിൽ ഒരു അപേക്ഷ, അതേ മൊബൈൽ നമ്പറിൽ അടുത്ത ജില്ലയിൽ അടുത്തൊരു അപേക്ഷ. കാൻഡിഡേറ്റ് ലോഗിൻ വേറെ ഉണ്ടാക്കണം കേട്ടോ. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു ജില്ലയിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് പുതിയ ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാൻഡിഡേറ്റ് ലോഗിൻ പാസ്വേഡ് മറന്നുപോയി സാർ, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ എന്ത് വേണം? എടാ, കാൻഡിഡേറ്റ് ലോഗിൻ SWS ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടോ അപേക്ഷാ നമ്പർ, ജനനത്തീയതി, മൊബൈൽ നമ്പർ, അപേക്ഷിച്ച ജില്ല, ക്യാപ്ചർ കോഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും തെറ്റിപ്പോയാലോ വീണ്ടും ഫോർഗോട്ട് പാസ്വേഡ് അടിക്കുക, അതും തെറ്റിപ്പോയാലോ വീണ്ടും ഫോർഗോട്ട് പാസ്വേഡ് അടിക്കുക, അതും തെറ്റിപ്പോയാലോ വീണ്ടും ഫോർഗോട്ട് പാസ്വേഡ് അടിക്കുക. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രശ്നമില്ല. അപേക്ഷാ സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയോ നെറ്റ് പോവുകയോ ചെയ്താൽ എന്ത് ചെയ്യും? ഇതൊക്കെ കൊറോണ സമയത്ത് വലിയൊരു സംഗതിയാണ്. ഒരാൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാര്യം അത് സ്റ്റക്കായി പോകും. അപേക്ഷാ സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയോ നെറ്റ് പോവുകയോ ചെയ്താൽ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുന്നതിന് മുമ്പാണെങ്കിൽ ആദ്യം ചെയ്ത പോലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഒന്നുകൂടി സൃഷ്ടിച്ചാൽ മതിയാകും. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ലോഗിൻ ചെയ്താൽ മതിയാകും. അതായത് നിങ്ങൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് കറണ്ട് പോയതെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ് റേഞ്ച് കിട്ടാതായി പോയെങ്കിൽ ഒന്നും കൂടി ക്രിയേറ്റ് അടിച്ചാൽ മതി. കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറി അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് കിട്ടാതായി പോകുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും കാൻഡിഡേറ്റ് ലോഗിനിൽ കൂടി ഒന്ന് കയറിയാൽ മതി. പുതിയ ക്രിയേഷൻ നടത്തേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ വീണ്ടും കാൻഡിഡേറ്റ് ലോഗിനിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണോ ചെയ്ത് വെച്ചത് അവിടെ കൊണ്ടുപോയി ആ പേജ് ഓപ്പൺ ആക്കി തരും. ഓക്കെ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി 13, പട്ടികജാതിയിൽ നിന്നും ക്രിസ്തു മതം സ്വീകരിച്ചവരെ OEC വിഭാഗത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. OEC ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, എന്താ ജനറൽ, ഹിന്ദു OBC, ക്രിസ്ത്യൻ OBC, ധീവരാണോ ധീവര ആൻഡ് റിലേറ്റഡ്, കുസാവൻ റിലേറ്റഡ്, കുടുംബി എന്നീ കാറ്റഗറികളിലുള്ള ചില ജാതി വിഭാഗങ്ങൾ OECയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രസ്തുത ജാതി വിഭാഗങ്ങൾ പ്രോസ്പെക്ടസിലെ അനുബന്ധം 2-ൽ കാണുന്ന രീതിയിൽ കാസ്റ്റ് കോളത്തിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ OEC എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ക്രിസ്ത്യൻ ചേരമർ, കൺവേർട്ടഡ് ക്രിസ്ത്യൻ മുതലായവയ്ക്ക് ഓൺലൈൻ അപേക്ഷയിലെ കാസ്റ്റ് കോളത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ OEC ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ജാതി വിഭാഗങ്ങൾ ചുവടെ ചേർക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ജാതി വിഭാഗങ്ങളോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. സോ തീർച്ചയായിട്ടും ഇത്രയും സംശയങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. ആ സംശയങ്ങൾ അപേക്ഷിക്കുന്നവർക്കുണ്ടായിരുന്നത് കേട്ടോ. കുട്ടികൾ എന്നെ ആവണമെന്നില്ല, അക്ഷയക്കാർക്കൊക്കെ ഈ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ട ഉത്തരങ്ങളും തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പറ്റാവുന്നതിനൊക്കെ മറുപടി നൽകാം. അല്ലാതെ കൂടുതലായിട്ട് പറയേണ്ടതാണെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മറുപടി തരാം. അതൊക്കെ MS സൊല്യൂഷൻസിൻ്റെ +1 ചാനലായിരിക്കും നിങ്ങളുടെ കമൻറ്റിലുള്ള റിപ്ലൈ കിട്ടുക. ഓക്കെ, സോ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. +1-ൻ്റെയും +2-ൻ്റെയും ഷുവർ A+ ബുക്ക് നിലവിൽ അവൈലബിൾ ആണ്. ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. സോ MS സൊല്യൂഷൻസിൻ്റെ വാട്സപ്പ് ചാനൽ, കമ്മ്യൂണിറ്റി ചാനൽ എന്നിവയിലെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് MS സൊല്യൂഷൻ ഫോളോ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.